ഹലോ ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ നദികളെ പറ്റിയാണ്, നദീവ്യൂഹങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നദീവ്യൂഹങ്ങളെ പറ്റിയുള്ള അവസാനത്തെ ക്ലാസ് ആയിരിക്കും നമ്മൾ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. SCRT NCERT ചാപ്റ്റേഴ്സിലെ നദികളെ പറ്റിയുള്ള എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് നദികളെ പറ്റിയാണ് നമ്മൾ പഠിച്ചതും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളായ ഹിമാലയൻ നദീവ്യൂഹത്തെ പറ്റിയും ഉപദ്വീപീയ നദീവ്യൂഹത്തെ പറ്റിയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹിമാലയൻ നദീവ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളായ സിന്ധു നദീവ്യൂഹം, ഗംഗാ നദീവ്യൂഹം, ബ്രഹ്മപുത്ര നദീവ്യൂഹം എന്നീ 3 പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളെ പറ്റിയാണ്, പ്രധാനമായിട്ട് ഹിമാലയൻ നദികളെ പറ്റിയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഉപദ്വീപീയ നദീവ്യൂഹത്തെ പറ്റിയാണ്. ഉപദ്വീപീയ നദീവ്യൂഹവും കൂടെ ആകുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ നദീവ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം ഹിമാലയൻ നീരൊഴുക്കിനേക്കാൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെ പറ്റി അല്ലെങ്കിൽ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തെ വെച്ച് നോക്കുമ്പോൾ പഴക്കമേറിയതാണ് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാലികമായി മാത്രം നീരൊഴുക്കുള്ളവയാണിവ. നമ്മൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വർഷം മുഴുവനും ഈ പറയുന്ന ഹിമാലയൻ നദികളിൽ നീരൊഴുക്ക് ഉണ്ടാവാറുണ്ട്. എന്താണ് അതിന് കാരണം? ഉഷ്ണകാലമാവുമ്പോൾ മഞ്ഞുരുകിയിട്ടാണെങ്കിലും മഴക്കാലത്താണെങ്കിൽ മഴയുടെ സഹായത്താലും വർഷം മുഴുവനും ഈ പറയുന്ന ഹിമാലയൻ നദികളിൽ നീരൊഴുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉപദ്വീപീയ നദികൾ അങ്ങനെ ഉണ്ടാവാറില്ല. കാലികമായിട്ട് മാത്രമേ, സീസണലായിട്ട് മാത്രമേ ഈ പറയുന്ന ഉപദ്വീപീയ നദികളിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ തന്നെ വിശാലമായതും ആഴം കുറഞ്ഞതുമായിട്ടുള്ള താഴ്വരകൾ സൃഷ്ടിച്ചാണ് ഈ പറയുന്ന ഉപദ്വീപീയ നദികൾ ഒഴുക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട നദികൾ അടങ്ങുന്ന ഒരു മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഒരു ഉപദ്വീപീയ പീഠഭൂമിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ കാവേരി ഉണ്ട്, തുംഗഭദ്രയുണ്ട്, കൃഷ്ണയുണ്ട്, ഗോദാവരി ഉണ്ട്, നർമ്മദയുണ്ട്, താപ്തി ഉണ്ട്, മഹാനദിയുണ്ട്. അങ്ങനെ ഞാൻ ഈ പറയുന്ന അടയാളപ്പെടുത്തിയതാണ് ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. പശ്ചിമ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടം പ്രധാന ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവ, അറബിക്കടലിലേക്ക് ഒഴുകുന്നവ എന്നിങ്ങനെ വേർതിരിക്കുന്ന ജലവിഭാജകമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ പശ്ചിമഘട്ടം ഒരു ജലവിഭാജകമായിട്ട് നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്നവ എന്നും അറബിക്കടലിലേക്ക് ഒഴുകുന്നവ എന്നും തരംതിരിക്കുന്ന ഒരു ജലവിഭാജകമായിട്ട് പശ്ചിമഘട്ടം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റിൽ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ പറയുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ ഒരു വഴിക്കും ഒഴുകി വരുന്നു, അതേപോലെ തന്നെ അറബിക്കടലിലേക്കും ഒഴുകുന്നു. അപ്പോൾ ഈ പറയുന്ന ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവ എന്നും അറബിക്കടലിൽ പതിക്കുന്നവ എന്നും തരംതിരിക്കുന്ന ഒരു ജലവിഭാജകമായിട്ട് നമ്മുടെ പശ്ചിമഘട്ടം തിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ. അതോടൊപ്പം തന്നെ നർമ്മദ, താപ്തി എന്നിവ ഒഴികെ മിക്ക ഉപദ്വീപീയ നദികളും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അപ്പോൾ നർമ്മദ, താപ്തി എന്നീ പറയുന്ന 2 പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നവയാണ് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇവ ഒഴികെയുള്ള നർമ്മദ നദിയും താപ്തി നദിയും ഒഴികെയുള്ള മിക്ക ഉപദ്വീപീയ നദികളും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ നർമ്മദ, താപ്തി എന്നീ നദികൾ പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നവയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. മിക്ക നദികളും, ഓൾമോസ്റ്റ് മിക്ക നദികളും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നർമ്മദ, താപ്തി എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. മിക്ക ഉപദ്വീപീയ നദികളും കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നവയാണ്. പക്ഷേ നർമ്മദ, താപ്തി ആവട്ടെ പടിഞ്ഞാറേക്ക് ഒഴുകി അറബിക്കടലിലും പതിക്കുന്നു. ഓക്കെ.
അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഉപദ്വീപിന്റെ വടക്കു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ചമ്പൽ, സിന്ധ്, ബെത്വ, സോൺ, കെൻ എന്നിവ ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഗംഗാ നദീവ്യൂഹം പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ചില നദികളാണ് ഈ പറയുന്ന ചമ്പല്, സിന്ധ്, ബെത്വ, സോൺ, കെൻ എന്നീ നദികൾ ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. അതായത് ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി ഗംഗാ നദീവ്യൂഹത്തിൽ ചെന്ന് ചേരുന്ന നദികൾക്ക് ഉദാഹരണമാണ് ഈ പറയുന്ന ചമ്പലായാലും സിന്ധായാലും ബെത്വ ആയാലും സോൺ ആയാലും കെൻ ആയാലും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നദികളെല്ലാം ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഉപദ്വീപിന്റെ വടക്ക് നിന്നും ഉത്ഭവിച്ച് ഗംഗാ നദീവ്യൂഹത്തിൽ ചെന്ന് ചേരുന്ന നദികളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഉപദ്വീപീയ നദീവ്യൂഹത്തിലെ മറ്റ് പ്രധാന നദികളാണ്. അപ്പോൾ ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണവ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ. ഓക്കെ, അതോടൊപ്പം തന്നെ കൃത്യമായ ഗതി, മിയാൻഡറുകളുടെ അഭാവം, വറ്റിപ്പോകുന്ന അവസ്ഥ എന്നിവ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളുടെ എടുത്തു പറയാൻ കഴിയുന്ന പ്രത്യേകതകളാണ് നമ്മൾ ഈ പറഞ്ഞത്. വറ്റിപ്പോകുന്ന അവസ്ഥ ഈ പറയുന്ന ഉപദ്വീപീയ നദികൾക്കുണ്ട്. നമ്മൾ പറഞ്ഞു കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദികൾക്ക് ഉദാഹരണമാണ് ഉപദ്വീപീയ നദികൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കൃത്യമായ ഗതിയിലൂടെയും മിയാൻഡറുകളുടെ അഭാവവും നമ്മുടെ ഈ പറയുന്ന ഉപദ്വീപീയ നദികൾക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളുടെ സവിശേഷതയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് മഹാനദിയാണ്. ഓക്കെ, മഹാനദിയെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ മഹാനദി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മഹാനദി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദിയാണ് നമ്മുടെ മഹാനദി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഛത്തീസ്ഗഡിലെ സിഹാവയിൽ നിന്ന്, റായ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിഹാവയിൽ നിന്നാണ് നമ്മുടെ മഹാനദി ഉത്ഭവിക്കുന്നത്. ഒഡീഷയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഛത്തീസ്ഗഡിലൂടെ ഉത്ഭവിച്ച് ഒഡീഷ സ്റ്റേറ്റിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് നമ്മുടെ മഹാനദി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ടും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമുക്ക് ആ ഒരു SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളുടെ ഉത്ഭവസ്ഥാനം, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, പതനസ്ഥാനം എന്നിവയൊക്കെ പട്ടിക തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും മഹാനദി ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഈ പറയുന്ന മഹാനദിയുടെ ഉത്ഭവം നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ്? ഛത്തീസ്ഗഡിലെ സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. മഹാനദിക്ക് 851 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമാണ്, അല്ലെങ്കിൽ വിസ്തൃതിയുള്ള വൃഷ്ടി പ്രദേശവുമാണ് മഹാനദിക്കുള്ളത്. 851 കിലോമീറ്റർ നീളവും 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടി പ്രദേശവും മഹാനദിക്ക് ഉണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഗോദാവരി നദിയാണ്. ഗോദാവരി ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹമാണ് ഗോദാവരി. അപ്പോൾ ഈ ഗോദാവരി ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഗോദാവരിയുടെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ഗോദാവരി ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? ദക്ഷിണ ഗംഗ എന്നും ഗോദാവരി അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുമാണ് നമ്മുടെ ഗോദാവരി ഉത്ഭവിക്കുന്നത്. എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ് നമ്മുടെ ഗോദാവരി ഉത്ഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് നമ്മുടെ ഗോദാവരി പതിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പോഷക നദികൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഗോദാവരിയുടെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെല്ലാം ഒഴുകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് നമ്മുടെ ഗോദാവരി നദി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നമ്മുടെ ഗോദാവരി എന്ന് നമ്മൾ മനസ്സിലാക്കുക.
പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ജര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗോദാവരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ജര തുടങ്ങിയവ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ 1465 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ വിസ്തൃതി 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 1465 കിലോമീറ്റർ ആണ് നമ്മുടെ ഗോദാവരി നദിയുടെ നീളം. 1465 കിലോമീറ്റർ ആണ് നമ്മുടെ ഗോദാവരി നദിയുടെ നീളം. അതോടൊപ്പം തന്നെ 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വൃഷ്ടിപ്രദേശം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ജര തുടങ്ങിയവയാണ് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് നമ്മുടെ ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവിച്ചൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ, ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കൃഷ്ണ നദിയെ പറ്റിയാണ്. മഹാനദി നമ്മൾ നോക്കി, ഗോദാവരി നമ്മൾ നോക്കി, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് കൃഷ്ണ നദിയാണ്. ഓക്കെ, കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദി. ഒന്നാമത്തെ വലിയ നദി ഏതാണ് നമ്മൾ പഠിച്ചു, ഏതാണ്? ഗോദാവരി. അപ്പോൾ അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയാണ് നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്നത്. ഓക്കെ, സഹ്യാദ്രിയിലെ മഹാബലേശ്വർ നിന്നും ഉത്ഭവിക്കുന്നു. അതായത് പശ്ചിമഘട്ട മലനിരകളിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ മഹാബലേശ്വറിൽ നിന്നാണ് നമ്മുടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തോന്നുന്നു. മഹാബലേശ്വറാണ് ഈ പറയുന്ന സ്ഥലം. മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ നദി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ 1401 കിലോമീറ്റർ ദൂരത്തിലാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. 1401 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മുടെ കൃഷ്ണ നദി ഒഴുകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവ. കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ് കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൃഷ്ണ നദിയാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് നമ്മുടെ കൃഷ്ണ നദി. സഹ്യാദ്രി മലനിരകളിലെ, അതായത് പശ്ചിമഘട്ട മലനിരകളിലെ മഹാബലേശ്വറിൽ നിന്നാണ് നമ്മുടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. 1401 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ കൃഷ്ണ നദിയുടെ നീളം. അതോടൊപ്പം തന്നെ കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ് കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കാവേരി നദിയെ പറ്റി നമുക്ക് നോക്കാം. കർണാടകത്തിലെ കൊടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. 1341 മീറ്റർ ആണ് ഈ പറയുന്ന പ്രദേശത്തിന്റെ ഉയരം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കർണാടകത്തിലെ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. പതിക്കുന്നത് നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് നമ്മുടെ കാവേരി നദിയും പതിക്കുന്നത്. ഓക്കെ, 800 കിലോമീറ്റർ നീളമുള്ള നദിയുടെ നദീതടം 81,155 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ്. 800 കിലോമീറ്റർ ആണ് നമ്മുടെ കാവേരി നദി ഒഴുകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ 81,155 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ പ്രദേശത്തിന്റെ നദി അല്ലെങ്കിൽ കാവേരി നദീതടത്തിന്റെ വിസ്തൃതി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് നോക്കാം. കർണാടകത്തിലെ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഇതൊഴുകി ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വറ്റാത്ത കാവേരി എന്ന് ഹെഡിങ് ഉള്ള ഒരു ബോക്സ് ആണ് നിങ്ങൾക്ക് ഇനി കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നമുക്ക് നോക്കാം. ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല. അപ്പൊ നമ്മൾ പഠിച്ചു ഉപദ്വീപീയ നദികളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് കാലികമായി മാത്രമുള്ള നീരൊഴുക്ക്. സീസണലായിട്ട് മാത്രമേ ഇവിടെ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാവേരിയുടെ അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകാറില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണവ? ഉഷ്ണകാലത്ത് ഈ പറയുന്ന നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും, ഉഷ്ണകാലത്ത് കാവേരിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും അതേപോലെ തന്നെ ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ വർഷം മുഴുവൻ ഈ പറയുന്ന കാവേരി നദിയുടെ നീരൊഴുക്കിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകാറില്ല. അതിനുള്ള കാരണമാണ് ഉഷ്ണകാലത്ത് ഈ പറയുന്ന നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുകയും
അതോടൊപ്പം തന്നെ ശൈത്യകാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന നദിയുടെ അല്ലെങ്കിൽ കാവേരിയുടെ നീരൊഴുക്കിൽ കാര്യമായിട്ടുള്ള കുറവ് ഉണ്ടാകാത്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നർമ്മദ നദിയെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പഠിച്ചു പ്രധാനമായിട്ടും ഉപദ്വീപീയ നദികളെല്ലാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പക്ഷേ നർമ്മദയും താപ്തിയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദികൾക്ക് ഉദാഹരണങ്ങളാണ്. അതിൽ നർമ്മദയെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അമർകണ്ടക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചരിവിൽ 1057 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിന് ഇടയിലുമുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് നമ്മുടെ നർമ്മദ നദി ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ വടക്ക് വിന്ധ്യാപർവ്വതം, തെക്ക് സത്പുര പർവ്വതനിര, ഇതിനിടയിലൂടെ ഒഴുകി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നതാണ് നമ്മുടെ നർമ്മദ നദി എന്ന് നമ്മൾ മനസ്സിലാക്കുക. വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് നമ്മുടെ നർമ്മദ നദി ഒഴുകുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സർദാർ സരോവർ ഡാം നിർമ്മിച്ചിരിക്കുന്നതും ഈ പറയുന്ന നർമ്മദ നദിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദിയാണ് നമ്മുടെ നർമ്മദ നദി എന്ന് നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ വടക്ക് വിന്ധ്യ പർവ്വതനിരയും തെക്ക് സത്പുര പർവ്വതനിരയുമാണ്, ഇതിനിടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് നമ്മുടെ നർമ്മദ നദി ഒഴുകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ ദുവാന്തർ വെള്ളച്ചാട്ടവും നിർമ്മിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നർമ്മദ നദി ഒഴുകുന്നത്. അല്ലെങ്കിൽ നർമ്മദ നദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. അതോടൊപ്പം തന്നെ 1312 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളം. 1312 കിലോമീറ്റർ ആണ് നർമ്മദ നദിയുടെ നീളം എന്ന് പറയുന്നത്. 1312 കിലോമീറ്റർ ഒഴുകി ബറൂച്ചിന് തെക്കായി 27 കിലോമീറ്റർ നീളത്തിൽ വിശാലമായ അഴിമുഖം സൃഷ്ടിച്ചുകൊണ്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് താപ്തി എന്ന് പറയുന്നത്. നർമ്മദ നമ്മൾ നോക്കി, മറ്റൊരു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിക്ക് ഉദാഹരണമാണ് താപ്തി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയായ താപ്തി മധ്യപ്രദേശിലെ ബേട്ടൂർ ജില്ലയിലെ മുൾത്തായിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ മധ്യപ്രദേശിലെ മുൾത്തായ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ് നമ്മുടെ താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഈ പറയുന്ന മുൾത്തായ് എന്ന് പറയുന്ന പ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് താപ്തി എന്ന് പറയുന്നത്. 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ നീളം. 724 കിലോമീറ്റർ ആണ് താപ്തി നദിയുടെ നീളം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 67,145 ചതുരശ്ര കിലോമീറ്റർ ആണ് താപ്തി നദീതടത്തിന്റെ വിസ്തൃതി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ഓക്കെ, ലൂണി നദിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നുമാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഡെസേർട്ട് പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒരു സെയിം ബോക്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. കാലികമായിട്ട് മാത്രമാണ് ഈ പറയുന്ന ലൂണി നദിയിലും നീരൊഴുക്ക് ഉണ്ടാവാറുള്ളത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇനിയുള്ളത്. ലിൽറി, സുക്രി, ജവായ്. ലിൽറി, സുക്രി, ജവായ് എന്നീ പ്രധാനപ്പെട്ട 3 പോഷക നദികളാണ് നമ്മുടെ ലൂണിക്ക് ഉള്ളത് എന്ന് നമ്മൾ അറിയുക. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നുമാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഉപ്പ് നദി എന്ന അർത്ഥമുള്ള ലവണവാരി എന്നറിയപ്പെടുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പറയുന്ന നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് എന്ന് നമ്മൾ അറിയാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൺ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ അല്ല ഈ പറയുന്ന ലൂണി നദി പതിക്കുന്നത്, റാൺ ഓഫ് കച്ച്, ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ് നമ്മുടെ ലൂണി നദി വന്ന് പതിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. 482 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം. ഉപ്പ് നദി എന്ന് അർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് ലഭിച്ചത്. ലിൽറി, സുക്രി, ജവായ് എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിലാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ പറയുന്ന ഒറ്റ ബോക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 1-2 മാർക്കിനുള്ളത് ഈ പറയുന്ന ബോക്സിൽ നിന്നുണ്ട്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളെ പറ്റിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഉപദ്വീപീയ നദികളുടെ ഉത്ഭവം, പ്രധാന പോഷക നദികൾ, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബോക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മഹാനദി,
ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ പ്രധാനപ്പെട്ട നദികളാണ് കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മഹാനദിയുടെ കാര്യം നോക്കാം. ഓക്കെ, മഹാനദി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ്, ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നദീതടം അല്ലെങ്കിൽ മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവ. ഓക്കെ, അപ്പോൾ ഛത്തീസ്ഗഡിലെ സിഹാവയിൽ നിന്നുമാണ് നമ്മുടെ മഹാനദി ഉത്ഭവിക്കുന്നത്. ഇബ്, ടെല്ല് എന്നീ നദികളാണ് പ്രധാനപ്പെട്ട മഹാനദിയുടെ പോഷക നദികൾ. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് നമ്മുടെ മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് നമ്മുടെ മഹാനദി പതിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഗോദാവരിയാണ്. മഹാനദി നമ്മൾ നോക്കി, ഗോദാവരി നദിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും ഉത്ഭവിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ് നമ്മുടെ ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഗോദാവരി നദിയുടെ നദീതടം ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് നമ്മുടെ ഗോദാവരി നദിയും പതിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൃഷ്ണ നദിയാണ്. നമ്മൾ പഠിച്ചു മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ് നമ്മുടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് കൃഷ്ണ. ഏറ്റവും വലിയ ഒന്നാമത്തെ നദി ഗോദാവരി എന്ന് നമ്മൾ പഠിച്ചു. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് നമ്മുടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നും പറയുന്നത്. തുംഗഭദ്ര, ഭീമ, കൊയ്ന തുടങ്ങിയവയാണ് കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൃഷ്ണയുടെ നദീതടം വ്യാപിച്ച് കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് കാവേരി നദിയാണ്. കർണാടകത്തിലെ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി കുന്നുകൾ. കർണാടകയിലെ കൊടകിനടുത്തുള്ള ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ കബനി, ഭവാനി, അമരാവതി. കബനിയും ഭവാനിയും നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കബനിയും ഭവാനിയും. കബനി, ഭവാനി, അമരാവതി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കാവേരിയുടെ പോഷക നദികൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കർണാടക, തമിഴ്നാട്, കേരളം. നമ്മുടെ കേരളവും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ കാവേരി നദിയുടെ നദീജലം വ്യാപിച്ചു കിടക്കുന്നു. അതോടൊപ്പം തന്നെ കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് നമ്മുടെ കാവേരി നദിയുടെ നദീതടം വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ നമ്മൾ നോക്കി. നെക്സ്റ്റ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. പ്രധാനപ്പെട്ടത് നർമ്മദയും താപ്തിയുമാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നർമ്മദ, അമർകണ്ടക്. മധ്യപ്രദേശത്തിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ് നമ്മുടെ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ? ഹിരൺ, ബെഞ്ചാർ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അതോടൊപ്പം തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് നർമ്മദാ നദിയുടെ നദീതടം വ്യാപിച്ച് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ്, മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ് നമ്മുടെ നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഹിരൺ, ബെഞ്ചാർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് നദീതടം വ്യാപിച്ചു കിടക്കുന്നു. ഏതിൻ്റെ? നർമ്മദാ നദിയുടെ. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിക്ക് ഉദാഹരണമാണ് താപ്തി നദി. അപ്പോൾ മുൾത്തായ്, മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്നുമാണ് നമ്മുടെ താപ്തി നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്നുമാണ് നമ്മുടെ താപ്തി നദി ഉത്ഭവിക്കുന്നത്. പൂർണ്ണ, ഗിർണ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പൂർണ്ണ, ഗിർണ തുടങ്ങിയ നദികളാണ് പ്രധാനപ്പെട്ട താപ്തി നദിയുടെ പോഷക നദികളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് നമ്മുടെ താപ്തി നദിയുടെ നദീതടം വ്യാപിച്ചു കിടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നദീതട പദ്ധതികൾ ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ SCRT ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് പ്രധാനപ്പെട്ട നദീതട പദ്ധതി, അവ സ്ഥിതി ചെയ്യുന്ന നദി, സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ആദ്യം ഹിരാക്കുഡ് ആണ്. അപ്പോൾ മഹാനദിയിലാണ് നമ്മുടെ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒഡീഷ സംസ്ഥാനത്തിലുമാണ്. അപ്പോൾ ഹിരാക്കുഡ് നദീതട പദ്ധതി ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് തുംഗഭദ്രയാണ്. നമ്മൾ പഠിച്ചു കൃഷ്ണാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. അപ്പോൾ തുംഗഭദ്ര നദിയിൽ തന്നെയാണ്
തുംഗഭദ്ര നദീതട പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കർണാടക സംസ്ഥാനത്തിലാണ് തുംഗഭദ്ര നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സർദാർ സരോവർ ആണ്. നമുക്കറിയാം സർദാർ സരോവർ നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിരുന്നു. ഈ പറയുന്ന സർദാർ സരോവർ ഗുജറാത്ത്, സർദാർ സരോവർ ഡാം നർമ്മദ നദിയിൽ ഗുജറാത്ത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് നമ്മുടെ കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി. അതോടൊപ്പം തന്നെ കർണാടക സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നദീതട പദ്ധതിയാണ് കൃഷ്ണരാജസാഗർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ നിസാം സാഗർ പദ്ധതിയാണ് നമ്മുടെ ഗോദാവരി നദിയിൽ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോദാവരി നദിയിൽ നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നദീതട പദ്ധതിയാണ് നിസാം സാഗർ എന്നും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ നദികളെ പറ്റി, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദീവ്യൂഹങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഹിമാലയ നദീവ്യൂഹത്തെ പറ്റിയും ഉപദ്വീപീയ നദീവ്യൂഹത്തെ പറ്റിയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് SCERT ചാപ്റ്റേഴ്സ് ആണ്. പ്രധാനപ്പെട്ട 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ, പ്രധാനമായിട്ടും ഹിമാലയ നദികളെ പറ്റി നമ്മൾ എടുത്തിരിക്കുന്നത് ഈ പറയുന്ന ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന SCERT ചാപ്റ്ററാണ്, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ. പിന്നെ അതോടൊപ്പം തന്നെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 11ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം, പ്രധാനമായിട്ടും നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ പറയുന്ന പോയിന്റ്സ് എടുത്തിട്ടുള്ളത് 11ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ നീരൊഴുക്ക് വ്യൂഹത്തിൽ നിന്നുമാണ്. അതോടൊപ്പം തന്നെ NCERT ചാപ്റ്ററായ 9ാം ക്ലാസ്സിലെ 3ാമത്തെ NCERT ചാപ്റ്റർ ഡ്രെയിനേജിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും പോയിന്റ്സുകൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ നദീവ്യൂഹം, റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മളും കരുതുന്നത്. സോ പഠിത്തം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. ഈ പറയുന്ന ഈ ക്ലാസ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്